അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനിക്ക് ഏറ്റവും വലിയ മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നതിൽ രണ്ട് വാക്കില്ല. മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ നിമിഷങ്ങളും മുത്തുനബിയുടെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ഭർത്താവായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വാപ്പയായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഉസ്താദായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭരണാധികാരിയായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സേവകനായി ജീവിക്കേണ്ടത് എന്നുള്ള എല്ലാത്തിനും മുത്തുനബിയുടെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ആയിരുന്നു ഇദാ സ്വല്ലൽ ഇശാ യദ്ഖുലു മൻസിലഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവിൽപ്പെട്ടതാണ് മുത്തുനബി മദീന പള്ളിയിൽ നിസ്കരിച്ച് ഇശാനിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് മുത്തുനബി അവിടുത്തെ ഭാര്യമാരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ടോ യസ്മുറു മഅ അഹ്ലിഹി ഖലീലൻ ഖബല അൻ യനാമ യുനാസിഹും ബിദാലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വാക്കാണ്! ഇന്നത്തെ കാലഘട്ടത്ത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയാൽ അവിടെ നിന്നും ഏറ്റവും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു അല്പസമയമെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ഭാര്യയുടെ വീട്ടിലാണോ പോയത് ആ ഭാര്യയോട് എല്ലാ വിഷയങ്ങളും അവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കുകയാണ്. ഭാര്യയുടെ സംസാരങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്തെങ്കിലും അങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അതൊക്കെയും പറഞ്ഞു കൊടുക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തൊരു സ്വഭാവമാണ്! ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ സംസാരങ്ങൾ കേൾക്കാനുള്ള സമയം ഇന്ന് നമുക്കുണ്ടോ എന്ന് നാം തന്നെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. ഒരു ഭർത്താവായ നമ്മൾ അല്ലെങ്കിൽ ഒരു ബാപ്പയായ നമ്മൾ രാത്രി വീട്ടിൽ എത്രയോ വൈകിട്ടാണ് നമ്മൾ എത്തുക. അല്ല, വേഗം തന്നെ എത്തിയാൽ തന്നെ അവിടെ നമുക്ക് നമ്മുടെ ഭാര്യയെ ഇരുത്തിക്കൊണ്ടോ മക്കളെ ഇരുത്തിക്കൊണ്ടോ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഇന്ന് കിട്ടുന്നില്ല. അവിടെ കുറച്ച് സമയമാണെങ്കിലും ഉള്ള സമയങ്ങളിലൊക്കെയും നാം നമ്മുടെ മൊബൈലിൽ ചെലവ് ചെയ്യുകയാണ്. നാമും ഭാര്യയും ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ്, ഒരേ റൂമിലാണ്, ഒക്കെയും ശരിയാണ്. പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ആ വലിയ വിശാലമായ മനസ്സ് നമുക്കിന്ന് ഇല്ലാതെയായി പോയി, നഷ്ടപ്പെട്ടു പോയി. അത് വെറുതൊന്നുമല്ല. നാം നമ്മളോട് തന്നെ ചോദിക്കുക, എത്രമാത്രം നമ്മുടെ ഭാര്യയെക്കുറിച്ച് നാം അന്വേഷിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ ആവലാതികളൊക്കെ നാം കേട്ടിട്ടുണ്ട്. അവൾക്കൊന്നേ ഉള്ളൂ, ഒന്ന് എന്നെ കേട്ട് ഇരുന്നാൽ മതി. അതാണ് എത്രയോ ഭാര്യമാർ ആഗ്രഹിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവൾക്ക് വേറെ ഒരു പരാതിയുമില്ല, അവൾക്ക് യാതൊരു നമ്മളോട് ദേഷ്യമൊന്നുമില്ല. ഒന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇനി പറയുന്ന പരാതി നാം പരിഹരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും വിഷയമല്ല, പറയുന്നതൊന്ന് കേൾക്കണമെന്ന് വല്ലാത്ത ആഗ്രഹിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ നമ്മൾക്കിന്ന് സമയമില്ലാതെ ആയിപ്പോയി. അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഭാവം നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് വളരെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. രാത്രി സമയത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരെ വീട്ടിലേക്ക് പോയാൽ അവിടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരല്പസമയം ആ ഭാര്യമാരോട് മനസ്സുറന്ന് സംസാരിക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് നാം പഠിക്കേണ്ടത്. നമുക്ക് നമ്മളെ ഭാര്യയെക്കുറിച്ച് എന്തറിയാം, നാം എത്രമാത്രം സംസാരിച്ചിട്ടുണ്ട്, എത്രമാത്രം അവളോട് നമുക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. എത്രയോ മക്കൾ കൊതിക്കുകയാണ്, ബാപ്പയൊന്ന് എന്നോട് അല്പസമയം ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നെന്ന് എത്രയോ മക്കൾ കൊതിക്കുകയാണ്. അതിനൊന്നും നമുക്ക് സമയമില്ലാതെ ആയിപ്പോയി. നമ്മുടെ സമയങ്ങളൊക്കെയും ജോലിയും അങ്ങനെയൊക്കെ തിരക്കായിപ്പോയി. ജോലി അല്ലാത്ത സമയങ്ങളൊക്കെയും നാം മറ്റെന്തിനോ ബിസിയായിപ്പോയി.
ഇത് വളരെ ഖേദകരമായ വിഷയമാണ്. കുടുംബബന്ധം, അതേപോലെ തന്നെ മക്കളും നാമുമായുള്ള ബന്ധം, അതൊക്കെയും ഇതിലൂടെ മോശപ്പെട്ടു പോവുകയാണ്. ഇതിലൂടെ തമ്മിലുള്ള സ്നേഹങ്ങളൊക്കെയും ഇല്ലാതെയായി പോവുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നാം തിരിച്ചു വരണം, മുത്തുനബിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, പഠിക്കണം, മനസ്സിലാക്കണം. മുത്തുനബി എങ്ങനെയായിരുന്നു വീട്ടിൽ, ഭാര്യമാരോട് മുത്തുനബി എങ്ങനെയായിരുന്നു, ഇതൊക്കെയും പഠിച്ച് മനസ്സിലാക്കി അതുപോലത്തൊരു ജീവിതം നമ്മളെ മുത്തുനബിയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് മാത്രം മതിയാവില്ല. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാകണം. അപ്പോഴേ ഞാനൊരു നല്ല ഭർത്താവുകയുള്ളൂ, ഞാൻ നല്ലൊരു ബാപ്പയാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.